ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞ് ജനാസ നമസ്കാരത്തെ കുറിച്ചാ പിന്നെ ഖബറിന്റെ അടുത്ത് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതിനെ കുറിച്ചല്ലേ. ഇനി കിതാബുൽ ജനായിസിൽ ഏതാനും ഹദീസുകൾ മരണവാർത്ത അറിയിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതേപോലെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഏതാനും ഹദീസുകൾ. ഒന്നാമത്തെ ഹദീസ് ഹുദൈഫയിൽ നിന്നുള്ള ഹദീസാണ്. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയാണ്, വഅൻ ഹുദൈഫത റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഹ അനിൻ നഅി. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഹ അനിൻ നഅി. ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിക്കുമായിരുന്നു. അനിൻ നഅി, നഅി എന്ന് പറഞ്ഞാൽ അല്പം വിശദീകരിക്കണ്ട. നഅി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണവാർത്ത അറിയിക്കുന്നതിനെ പറയാം. എന്ന് പറഞ്ഞ പറയുന്ന പോലെ മരണവാർത്ത അറിയിക്കുക. അൽ ഇഖ്ബാറു അനിൽ മൗത്ത്, അല്ലെങ്കിൽ അൽ ഇഅ്ലാം അനിൽ മൗത്ത്, മരണത്തെക്കുറിച്ചുള്ള വാർത്ത അറിയിക്കൽ. ഈ അന്നഅയി ഉണ്ടല്ലോ, ഇത് പ്രത്യേകം നഅയാണ്. അന്നഅയി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക മരണവാർത്ത അറിയിക്കലാണ്. അതില്ലെങ്കിൽ മരണവാർത്ത അറിയിക്കാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നജാഷിയുടെ മരണവാർത്ത അറിയിച്ചിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ജാഫർ, അതേപോലെ പിന്നെ സെയ്ദ് ബിൻ ഹാരിസ, അതേപോലെ അബ്ദുല്ലാഹി ബിൻ റവാഹ, ഇവരൊക്കെ മൂത്തയിൽ ഷഹീദായപ്പോൾ അവരുടെ മരണവാർത്ത മദീനയിൽ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ പരസ്പരം മുസ്ലിമീങ്ങൾ എല്ലാവരും മരണവാർത്ത അറിയിക്കുന്നവരാണ്. നഅി എന്ന് പറഞ്ഞെങ്കിൽ മരണവാർത്ത അറിയിക്കലാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഅയിനെ വിരോധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക നഅയാണ്. അന്നഅയി എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലക്കാരുടെ സ്വഭാവമുള്ള നഅയാണ്. അതെന്താ? അത് അവരെന്ത് ചെയ്യും? പിന്നെ വാഹനപ്പുറത്തേറി മാർക്കറ്റിലൂടെ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പിന്നെ പെരുമ പറഞ്ഞും അതേപോലെ തന്നെ അതിൽ വിലാപം പ്രകടിപ്പിച്ചും ഇങ്ങനെ എന്ത് ചെയ്യും? മരണവാർത്ത പറഞ്ഞു നടക്കും. അതിന് പ്രത്യേക ആളുകളെ നിയോഗിക്കും. വാഹനമൊക്കെ നിശ്ചയിച്ച്, ഒട്ടകത്തെ നിശ്ചയിച്ച് അതിൻ്റെ പുറത്ത് കയറിയിട്ട് ഇതിങ്ങനെ പറഞ്ഞു നടക്കാൻ വേണ്ടിയിട്ട് ആളുകളെ എന്ത് ചെയ്യും? നിയോഗിക്കുമായിരുന്നു. അങ്ങനെയുള്ള മരണവാർത്തയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അന്നഅയുൽ ജാഹിലി, ജാഹിലിയത്തിലെ മരണവാർത്ത അറിയിക്കൽ. അത് അവർ നടത്തിയിരുന്ന ഒന്ന് ദുരഭിമാനമാണ്. ജാഹിലിയത്തിൽ ദുരഭിമാനം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ വ്യക്തിൻ്റെ പിന്നെ പേരും പെരുമയും അത് അറിയിക്കും. എന്നിട്ട് അത് ഇയാൾ നഷ്ടപ്പെട്ടതിലുള്ളതായ വിലാപം, സങ്കടം അത് അറിയിക്കും. അങ്ങനെ നടക്കുമായിരുന്നു. വിലാപം പ്രകടിപ്പിച്ചും പെരുമ കാണിച്ചും ഉള്ള ജാഹിലിയത്തിലെ മരണവാർത്ത അറിയിക്കൽ, അതാണ് ഇവിടെ അന്നഅയി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. അതേസമയം ഒരു വ്യക്തി മരണപ്പെട്ടു, അയാൾക്ക് ജനാസ നമസ്കരിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ അയാളുടെ മരണവാർത്ത ബന്ധുക്കളും അയാളുടെ പിന്നെ സ്വന്തക്കാരും അറിയാൻ വേണ്ടി അറിയിക്കുക എന്നുള്ളതുണ്ടല്ലോ, അതെന്തല്ല, അതും അതിന് നഅയി എന്ന് പറയും. അത് വിരോധിക്കപ്പെട്ടതല്ല, അതൊരിക്കലും വിരോധിക്കപ്പെട്ടതല്ല. അതാണ് രണ്ടാമത്തെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള. അതുകൂടി നമുക്ക് ഇവിടെ ഇതിനോട് തുടർന്നെടുക്കാം, മറ്റതിന്റെ മസല പറയാം. ഇത് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൻഹ അനിൻ നഅയി. ഈ ഹദീസ് റവാഹു അഹ്മദ് വതുർമുദി വഹസനഹു. ഹസനഹു എന്ന് പറഞ്ഞാൽ തുർമുദി അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം
തുർമുദി ഇതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. രണ്ടാമത്തെ ഹദീസ് അത് അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസ് അല്ലേ. وعن أبي هريرة رضي الله تعالى عنه أن النبي صلى الله عليه وسلم نعى النجاشي في اليوم الذي مات فيه وخرج بهم إلى المصلى فصف بهم وكبر عليه أربعة متفق عليه. നബി സല്ലല്ലാഹു അലൈഹി അബൂ ഹുറൈറ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഅൻ നജാഷിയ, നജാഷി എന്നാണ് നജാഷി രാജാവ്, നേഗസ് ചക്രവർത്തി, നജാഷിയുടെ മരണ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണ വാർത്ത അറിയിച്ചു. ആരുടേത്? നജാഷിയുടേത്. എന്ന് ഫിൽ യൗമില്ലദീ മാത ഫീഹി, അദ്ദേഹം മരിച്ച ദിവസത്തിൽ. അപ്പൊ ആരെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചത്? സഹാബത്തിനെ. നജാഷി മരിച്ചത്, ആ മരിച്ച ദിവസം സഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. വഖറജ ബിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെയും കൊണ്ട് പുറപ്പെട്ടു. ഇലൽ മുസല്ല, നമസ്കാര സ്ഥലത്തേക്ക്, മുസല്ലയിലേക്ക്. ഫസഫ ബിഹിം, എന്നിട്ട് അവരെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫായി അണിയായി നിന്നു. അവരെ അണിനിരത്തി സഫ് നേരെയാക്കി നിർത്തി. വകബ്ബറ അലൈഹി അർബഅ, വകബ്ബറ അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്മേൽ ജനാസ നമസ്കാരത്തിൽ തക്ബീർ ചൊല്ലി അർബഅൻ, നാല് തക്ബീർ ചൊല്ലിയിട്ട് നിസ്കരിച്ചു. ഇവിടെ ഈ രണ്ടാമത്തെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജാഷിയുടെ മരണവാർത്ത അറിയിക്കാൻ. ഒന്നാമത്തെ ഹദീസ് നഅയിനെ വിരോധിച്ചതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച നഅയും അനുവദിച്ച നഅയും ഇത് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജാഷി മരിച്ചപ്പോൾ ഒരിക്കലും തന്റെ ഒട്ടകപ്പുറത്ത് കയറിയിട്ടോ അല്ലെങ്കിൽ അവിടെ കൂടുതൽ ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുതിരപ്പുറത്ത് കയറിയിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറഞ്ഞ് നടന്നിട്ടില്ല, അനൗൺസ് ചെയ്തിട്ട് നടന്നിട്ടില്ല. പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുള്ള ആളുകൾ അതെന്തിനു വേണ്ടി? നജാഷിക്ക് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി, നജാഷിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് ആളുകൾ കൂടുന്നതിന് വേണ്ടിയിട്ടുള്ളതായ അറിയിക്കൽ മാത്രമാണ് ചെയ്തത്. അതേസമയം ജാഹിലിയത്തിലാണ് ഈ അനൗൺസ്മെന്റും വിളിച്ചു പറയലും. അത് ജാഹിലിയത്തിലുണ്ടായിരുന്നത്, അത് വിരോധിക്കപ്പെട്ടതാണ്. ഇസ്ലാമിൽ അത് പാടുള്ളതല്ല. ഇന്ന് പല മുസ്ലിം നാടുകളിൽ അങ്ങനെ ഉണ്ട് അല്ലേ. മരിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യും? ഒരു വാഹനം ബുക്ക് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? അനൗൺസ് ചെയ്തിട്ട് അതിങ്ങനെ അങ്ങാടിയിലൂടെ പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം, അത് ജാഹിലിയ സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ സമ്പ്രദായത്തിലേക്ക് ചേരുന്ന സമ്പ്രദായമാണ്. അത് മുസ്ലിമീങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പലരും മരണപ്പെട്ടിട്ടുണ്ട്. ആ മരണപ്പെട്ട ജനാസക്ക് വേണ്ടിയിട്ട് നമസ്കരിക്കേണ്ട ആള് കൂടേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. എത്ര ആള് കൂടണം അതിനനുസരിച്ച് അത് മയ്യത്തിന് ഗുണം ചെയ്യും. ആള് ജനാസ നമസ്കാരത്തിൽ കൂടുന്നത് എത്രയാണോ അതിനനുസരിച്ച് പറഞ്ഞടുത്ത ഹദീസിൽ വിശദീകരിക്കാം. പിന്നെ എത്രയുണ്ട് ആള് കൂടുന്നു അതിനനുസരിച്ച് മയ്യത്തിന് അതുകൊണ്ട് ഉപകാരം കിട്ടും, മയ്യത്തിന് മുഅ്മിനാണെങ്കിൽ. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ഒട്ടകങ്ങളുണ്ട്, അന്ന് കുതിരകളുണ്ട്, അത് നിപുണന്മാരായി വിളിച്ചു പറയാൻ പറ്റിയ ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തില്ല? അവരൊക്കെ വാഹനപ്പുറത്തിരുത്തിയിട്ട് 4 ഭാഗത്തേക്കും പറഞ്ഞ് അനൗൺസ് ചെയ്യിച്ചിട്ട് ആളെ കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് അവസരം ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തൊരു കാര്യം പിൽക്കാലത്ത് ചെയ്യുമ്പോൾ അത് ദീനിൽ പാടില്ലാത്ത രീതിയാണ്. അതും പിന്നെ ജനാസ സംസ്കാരം ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ഇഷ്കാരമില്ല. കാരണം എന്താണ്? ആളുകൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അസ്സല അലൽ ജനാസ എന്നുള്ളത് പിന്നെ വന്ന ആളുകളെ അറിയിക്കണം. അതിലെന്തില്ല? അതിൽ ഈ മയ്യത്തിന്റെ പേരിൽ ഒരു പ്രത്യേക വിലാപ പ്രകടനമല്ല, അതല്ലേ, അതിലൊരു പെരുമ പെരുമ കാണിക്കലുമില്ല. ആ രീതിയൊന്നും അതൊന്നും എന്തല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനെയോ അല്ലെങ്കിൽ അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ശബ്ദമുള്ള ആളുകളൊന്നും അതിന് നിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ എന്താണ്? ജാഹിലി സമ്പ്രദായത്തെ അനുകരിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് ആളുകളെ എത്തിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ വർജ്യമാണ്, പാടില്ലാത്തതാണ്. അത് പിന്നെ വേറെ നിയാഹത്ത്, അതിന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൽ വരുമായിരിക്കും.
പിന്നീട് വരുമായിരിക്കും. നിയാഹത്ത് അത് തീർത്തും വിലക്കപ്പെട്ടതാണ്. മയ്യത്തിന് വേണ്ടിയിട്ട് കരയുക എന്നുള്ളത് എങ്ങനെയുള്ള കരച്ചിൽ? അറ്റാച്ച് ചെയ്തിട്ടുള്ള കരച്ചിൽ, വിരോധിക്കപ്പെട്ട കരച്ചിൽ, കണ്ണിന്റെ കരച്ചിലല്ല, പ്രത്യുത ശബ്ദം വെച്ചുള്ള കരച്ചിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ചില സ്ത്രീകൾ അവരോട് കരയണ്ടെന്ന് പറഞ്ഞിട്ട് കരയണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ തൊള്ളയ്ക്ക് മണ്ണ് വാരിയിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിയാഹത്ത്, അത് വേറെ വിഷയം. ഇത് മരണവാർത്ത അറിയിക്കലാണ്. അപ്പോൾ അത്തരത്തിലുള്ള മരണവാർത്ത അറിയിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണവാർത്ത അറിയിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നജ്ജാഷിയുടെ മരണവാർത്ത അറിയിക്കൽ. വേണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജ്ജാഷി മരിച്ച ദിവസത്തിൽ തന്നെ നജ്ജാഷിയുടെ മരണവാർത്ത. നജ്ജാഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണത്. ഹബശ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് നജ്ജാഷി. റോമ ഭരണച്ചിരുന്നവർക്ക് കൈസർ എന്നും പേർഷ്യ ഭരിച്ചിരുന്നവർക്ക് കിസ്ര എന്നും പറയപ്പെടുന്നത് പോലെ ഹബശയിലെ രാജാക്കന്മാരുടെ പേരാണ്. അദ്ദേഹത്തിന്റെ പേര് ഉസ്ഫമ എന്നാണ്. ഉസ്ഫമ അൻ നജാഷി. അദ്ദേഹത്തിന്റെ ഒരു കറാമത്ത് കൂടിയാണിത്, മനസ്സിലായി. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു, മുസ്ലിമീങ്ങളെ സഹായിച്ചു. ഏറ്റവും ഒരു അനിവാര്യ ഘട്ടത്തിൽ ഇസ്ലാമിന് ഒരു താങ്ങായി നിന്ന വ്യക്തിയാണ് നജ്ജാഷി. നോക്കി, അദ്ദേഹം മരിച്ച ദിവസം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു നിയോഗിക്കുകയാണ്. എന്തിന്? ഇസ്ലാം തങ്ങൾക്ക് വഹി നൽകാൻ വേണ്ടി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജനാസ നിസ്കരിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ഹബശയിൽ, അവിടെ മുസ്ലിം ആരുമില്ല, ഒരു ഭൂഖണ്ഡത്തിന് അപ്പുറം അദ്ദേഹം മരിച്ചിട്ട് ആരോരുമില്ലാത്തൊരു നാട്ടിൽ അദ്ദേഹത്തിന് ജനാസ നിസ്കരിക്കാൻ വരെ ആരുമില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ നിയോഗിച്ച് അഷറഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ, അതും ഒരു മുസ്ലിമീങ്ങളിൽ ശ്രേഷ്ഠരായ സഹാബത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജനാസ നിസ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ മഹത്വമാണ് അറിയിക്കുന്നത്. വലൈക്കും അസ്സലാം. നജാഷിയുടെ മഹത്വമാണ് അറിയിക്കുന്നത്. ഗായിബായ മയ്യത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കാം എന്ന് പറയുന്നവർ പറയുന്ന തെളിവ് ഇതാണ്. തെളിവുകളിൽ ഒന്നിതാണ്, അത് നമുക്ക് പറയാതെ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഖറജ ബിഹിം ഇലൽ മുസല്ല, മുസല്ലയിലേക്ക് ഇവരെയും കൊണ്ട് പുറപ്പെട്ടു. ഫസഫ ബിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും കൊണ്ട് സഫായിട്ട് നിന്നു, ഇവരെയും കൊണ്ട് സഫായി നിന്നു. വകബ്ബറ അലൈഹി അർബഅ, 4 തക്ബീർ ചൊല്ലിയിട്ടാണ് നിസ്കരിച്ചത്. 4 തക്ബീർ. ഇത് ഈ പറയപ്പെട്ട മസലയിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇവിടെ ഒന്ന് വിരോധിക്കപ്പെട്ട മരണവാർത്ത അറിയിക്കൽ, 2 അനുവദിക്കപ്പെട്ട മരണവാർത്ത അറിയിക്കൽ. നജ്ജാഷി മരിച്ചപ്പോൾ റസൂലുള്ളാഹി സഹാബത്തിനോട് പറയാണ് ചെയ്തത്, ഇങ്ങനെ നജ്ജാഷി മരിച്ചിരിക്കുന്നു. ആരെയും അനൗൺസ് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി എന്ത് ചെയ്തില്ല? വിടുകയോ നിയോഗിക്കുകയോ ചെയ്തിട്ടില്ല. പറയുമ്പോൾ അന്ന് അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, ആളുകൾ ഉണ്ടായിരുന്നു, സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തില്ല. അതുകൊണ്ട് അത് പിന്നീട് ചെയ്യലും എന്താണ്? തെറ്റാണ്. അത് പാടുള്ള സംഗതിയല്ല. അടുത്ത ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ അല്ലേ? وعن عبد الله بن عباس رضي الله تعالى عنه قال سمعت النبي صلى الله عليه وسلم يقول ما من رجل مسلم يموت فيقوم على جنازته 40 رجلا لا يشركون بالله شيئا إلا شفعهم الله فيه. എന്താ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിവേദനം. അദ്ദേഹം പറയാണ്, സമീഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കേട്ടു യഖൂൽ പറയുന്നതായി. എന്താ പറഞ്ഞത്? മാ മിൻ റജുലിൻ മുസ്ലിമിൻ, മുസ്ലിമായ ഒരു വ്യക്തിയുമില്ല. അവിടെ റജുൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നല്ല, പിന്നെ ഒരു വ്യക്തിയുമില്ല. യമൂത്തു, അദ്ദേഹം മരിക്കുന്നു. ഫയഖൂമു അലാ ജനാസതിഹി, അപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസക്ക് നമസ്കരിക്കാനായി നിൽക്കുന്നു. 40 റജുലൻ, 40 ആളുകൾ. 40 ആളുകൾ. ഇവിടൊക്കെ റജുൽ എന്നുണ്ടെങ്കിൽ വ്യക്തി എന്ന അർത്ഥത്തിലാണ്. ആ 40 പേരുടെ പ്രത്യേകത ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅൻ, ലാ യുശ്രികൂന ബില്ലാഹി, അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നില്ല. ഷൈഅൻ, ഒന്നിനെയും. വലിയ ശുർക്കുമില്ല, ചെറിയ ശുർക്കുമില്ല, യാതൊന്നും അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നില്ല. അങ്ങനെ ഉള്ള 40 ആളുകൾ ആ ജനാസക്ക് നമസ്കരിക്കുന്നവരായി നിൽക്കുന്നു. എങ്കിൽ ഇല്ലാ ശഫഅഹും അല്ലാഹു ഫീഹി, ഇല്ലാ ശഫഅഹും അല്ലാഹു ഫീഹി. ഫീ എന്ന ആ വ്യക്തിയുടെ വിഷയത്തിൽ, ഫീഹി ആ ജനാസ മരിച്ച വ്യക്തിയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശുപാർശക്കാരാക്കാതെ, ഇല്ലാ ശഫഅഹും, അല്ലാഹു അവരെ ശുപാർശക്കാരാക്കാതെ, ഫീഹി ആ വ്യക്തിയുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? അവരുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കുന്ന അർത്ഥം. അവരെ അള്ളാഹു ശുപാർശക്കാരാക്കുന്ന പറഞ്ഞാൽ ഷഫായത്തിന്റെ വിഷയത്തിൽ ആര് ഷഫായത്ത് പറയുന്നുവോ അവർക്ക് അള്ളാന്റെ അനുവാദം വേണം, തൃപ്തി വേണം. ആർക്ക് വേണ്ടി ശുപാർശ പറയുന്നോ അവർക്കും അവന്റെ തൃപ്തി വേണം. അള്ളാഹു അവരുടെ വിഷയത്തിൽ അനുവാദം നൽകണം.
അപ്പോഴാണ് അവരുടെ ശുപാർശ സ്വീകരിക്കപ്പെടുക. ഇവിടെ മുസ്ലിമായ ഒരു വ്യക്തിക്ക് വേണ്ടി ഷിർക്ക് ചെയ്യാത്ത 40 ആളുകൾ ജനാസ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വിഷയത്തിൽ അവരുടെ ദുആ ഷഫാഅത്ത് അള്ളാഹു സ്വീകരിക്കും. അതാണ് പറഞ്ഞത്, അവരുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. ഈ മയ്യത്തിന് നീ പൊറുക്കണമേ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അദ്ദേഹത്തോട് നീ കരുണ കാണിക്കണമേ, വആഫി, അദ്ദേഹത്തിന് ആഫിയത്ത് നൽകണമേ, വഅഫു അൻഹു, അദ്ദേഹത്തിന് നീ മാപ്പേകണമേ എന്ന് തുടങ്ങിയിട്ടുള്ള ദുആ. ഇതൊക്കെ എന്താണ്? ആ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ശുപാർശയാണ്, അള്ളാഹിനുള്ള ശുപാർശയാണ്. അത് അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കുന്ന അർത്ഥം. ഇവിടെ റവാഹു മുസ്ലിം, ഹദീസ് ഇമാം മുസ്ലിമിൻ്റെതാണ്. പിന്നെ ഒന്നാമത്തേത് ഇതിലുള്ള വിഷയം ഈ എണ്ണം 40. ഒരു ഹദീസിലുണ്ട്, പിന്നെ മാമിൻ മയ്യത്തിൻ തുസല്ലി അലൈഹി ഉമ്മത്തു മിനൽ മുസ്ലിമീന യബ്ലുഗൂന മിഅ ഇല്ലാ ഔജബ്. ഒരു മുസ്ലിം മരിച്ച് അയാൾക്ക് 100 പേർ, ഒരു സമൂഹം 100 പേർ അവരുടെ എണ്ണം എത്തുന്നു. അങ്ങനെ 100 പേർ എണ്ണ സംഖ്യയുള്ള ഒരു സമൂഹം നമസ്കരിക്കുകയാണെങ്കിൽ ഇല്ല ഔജബ്, അയാൾക്ക് സ്വർഗം അനിവാര്യമായി എന്നറിയിക്കുന്ന ഹദീസ് ഉണ്ട്. വേറെ റിപ്പോർട്ടിൽ ഇല്ല ഗുഫിറ ലഹു, അദ്ദേഹത്തിന് പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അറിയിക്കുന്ന ഹദീസ് ഉണ്ട്. അപ്പോൾ അവിടെ എണ്ണ എത്ര? അവിടെ 100 100 പേർ ഒരു ജനാസയ്ക്ക് വേണ്ടി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗം അനിവാര്യമായി എന്നും അയാൾക്ക് പാപം പൊറുക്കപ്പെടുമെന്ന് അറിയിക്കുന്ന ഹദീസ് ഉണ്ട്. ഇവിടെ എത്ര? 40. ഈ ഹദീസുകളൊക്കെ അറിയിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർണിത എണ്ണം എന്നതിനപ്പുറം എത്ര എണ്ണം കൂടുന്നു അത് എത്രയും ഉത്തമമാണെന്നുള്ളതാണ്. എത്ര എണ്ണം കൂടുന്നു അതെല്ലാം ഉത്തമമാണ് എന്നുള്ളതാണ് ഇത് അറിയിക്കുന്നത്. ഇത്ര എണ്ണം ആളുകൾ ഉണ്ടാകുക എന്നുള്ളതല്ല. പിന്നെ എണ്ണം ജനാസ നമസ്കാരത്തിന് കൂടുന്നതിനനുസരിച്ച് മയ്യത്തിനത് ഗുണപ്രദമാണ്. അതുകൊണ്ടാണ് ചില ഹദീസുകളിൽ 40, ചിലയിടത്ത് പിന്നെ 100, ഇങ്ങനെയൊക്കെ ഹദീസിന്റെ പ്രയോഗങ്ങളിലുള്ളത്. മറ്റൊരു വിഷയം, ഈ ആളുകളുടെ പ്രത്യേകത ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ, അവർ മുവഹ്ഹിദുകളായിരിക്കണം. മുവഹ്ഹിദുകളായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകളായിരിക്കണം ജനാസ നമസ്കരിക്കേണ്ടത്. അപ്പൊ അത്തരം ആളുകളുടെ എണ്ണം കൂടുന്നതിനാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പ്രാമുഖ്യം കൽപ്പിക്കേണ്ടത്. അവരെയാണ് നമ്മൾ ഇവരെ അറിയിക്കേണ്ടത്. അതിന്റെ അർത്ഥം പിന്നെ അതല്ലാത്ത ആളുകൾ തടയപ്പെടണം എന്നുള്ളതല്ല, അത് സാധ്യമല്ല. പലപ്പോഴും അത് സാധ്യമല്ല. പക്ഷേ എന്തുണ്ടായിരിക്കണം? ആ മയ്യത്തിന് വേണ്ടിയിട്ട് ശുപാർശ നിർവഹിക്കുന്ന മുവഹ്ഹിദീങ്ങൾ ഈ എണ്ണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. അത്തരം ആളുകളെ വിവരം അറിയിച്ചിട്ട് അവരെ പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇവിടെ ഉണർത്തിയതുപോലെ ഈ 100 ആയാലും 40 ആയാലും ഇനി അതിൽ കൂടിയാലും കുറഞ്ഞാലും ചുരുങ്ങിയത് 3 സഫ് ആളുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ജനാസ നമസ്കാരം 3 സഫ് ആളുകളെ കൊണ്ടാണ് നിർവഹിക്കേണ്ടത്. അത് കാരണം എന്താ വെച്ചാൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ജനാസക്ക് 3 സഫ് ആളുകൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ പിന്നെ ജനാസക്ക് വേണ്ടിയുള്ള അവരുടെ ശുപാർശ സ്വീകരിക്കും. അതേപോലെ തന്നെ ആ മയ്യത്തിന് ജനാസക്ക് സ്വർഗം അനിവാര്യമായി എന്നറിയിക്കുന്ന ഹദീസ് ഉണ്ട്. അപ്പോൾ ജനാസക്ക് വേണ്ടിയിട്ട് ചുരുങ്ങിയത് 3 സഫ് ആളുകൾ ഉണ്ടായിരിക്കണം എന്നാണ് ഹദീസിൽ കാണാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു ജനാസക്ക് നിസ്കരിച്ചു 7 ആളെ ഉണ്ടായിരുന്നുള്ളൂ, 7 ആൾ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അവരെ 3 സഫാക്കിയതാണ്. അവരെ 3 സഫാക്കി, 3 ആളുകളെ ഒരു സഫ്, പിന്നെ 2 ആളുകളെ അങ്ങനെ നിർത്തി. എന്നുവെച്ചാൽ ഇപ്പം എന്ത് ചെയ്യും? ആളുകൾ കുറച്ചാണെങ്കിൽ ഒരൊറ്റ സഫ് നിൽക്കും. അങ്ങനെ പാടില്ല. ചുരുങ്ങിയത് 3 സഫ് ഉണ്ടായിരിക്കണം. 7 ആളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആളെ കൊണ്ട് ജനാസ നിസ്കരിച്ചപ്പോൾ 3 പേരെ ഒരു സഫ്, പിന്നെ 2 പേരെ ഇങ്ങനെ 3 സഫാക്കി എന്നാണ്. അപ്പോൾ ചുരുങ്ങിയത് 3 സഫായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ജനാസ നിസ്കരിക്കണം. ഒരിക്കലും ഒരു സഫ് അല്ലെങ്കിൽ 2 സഫ്, ഇങ്ങനെ സഫ് പരിമിതപ്പെടാൻ പാടുള്ളതല്ല. ഇവിടെ ഉള്ള മറ്റൊരു മസാല, ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഗായിബായ ജനാസക്കുള്ള നിസ്കാരമാണ്, മറഞ്ഞ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള നിസ്കാരമാണ്. മറഞ്ഞ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള നിസ്കാരം ഇവിടെ റസൂലുള്ളാഹി നിസ്കരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് അതിന്റെ പ്രത്യേകത ഹദീസിന്റെ ലഫ്ലിൽ കാണാൻ സാധിക്കും. ഇത് ഹദീസിന്റെ ചുരുക്ക ഭാഗമാണ്. ഇന്ന അഖല്ലക്കും ഖദ് മാത ഫീ അർദിൻ ഗൈരി അർദിക്കും, നിങ്ങളുടെ ഒരു സഹോദരൻ, നജാഷിയെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അയാൾ മുസ്ലിമാണെന്ന് അർത്ഥം. കാരണം സഹാബത്തിന് ആർക്കും അറിയില്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും അറിയില്ല അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച്. മലക്ക് വന്ന് വഹി കൊടുക്കുമ്പോഴാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് അറിയുന്നത്.
നിങ്ങളുടെ ഒരു സഹോദരൻ നിങ്ങളുടേതല്ലാത്ത നാട്ടിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിങ്ങളുടേതല്ലാത്ത നാട്ടിൽ പറഞ്ഞാൽ എന്താ? മുസ്ലിം നാട്ടിലല്ല, അമുസ്ലിം നാട്ടിലാണ് മരണപ്പെട്ടത്. അത് അറിയിക്കുന്നത് അദ്ദേഹത്തിന് ആരും അവിടെ ജനാസ സംസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആരും ജനാസ സംസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരിൽ പ്രാമാണികരായ പലരും പറഞ്ഞത്, ഒരു നാട്ടിൽ ഒരാൾ മരിച്ച് അയാൾക്ക് അവിടെ ജനാസ നമസ്കാരം നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേൽ ബാധ്യതയാണ് അയാൾക്ക് എന്ത് ചെയ്യൽ? ജനാസ നിസ്കരിക്കൽ. റസൂൽ അലൈഹി സ്വലാത്തു തങ്ങൾ നജ്ജാശിക്ക് നിസ്കരിച്ചത് അവിടെ ആരും നിസ്കരിക്കാത്തതുകൊണ്ടാണ്. ആരും നമസ്കരിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം ഇവരുടെയൊക്കെ വീക്ഷണം എന്താണ്? ഒരു നാട്ടിൽ ഒരാൾക്ക് മരിച്ചു, അയാൾക്ക് ജനാസ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ജനാസ നമസ്കരിക്കാം. ഈ ഹദീസിൽ നിന്ന് അതാണ് ലഭിക്കുന്നത്. ഈ ഹദീസ് അറിയിക്കുന്നത് അതാണ്. ചില പണ്ഡിതന്മാർ അത് വിശദമായിട്ട് മനസ്സിലാക്കി, വിശാലമായിട്ട്. അതിൽപ്പെട്ടതാണ് ഷാഫി ഫുഖഹാക്കളും അതേപോലെ തന്നെ ഹംബലി ഫുഖഹാക്കളും. അവർ പറഞ്ഞത് നജ്ജാശിക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചത്, നജ്ജാശിക്ക് വേണ്ടി നിസ്കരിച്ച് നജ്ജാശി ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ചെയ്ത സേവനങ്ങളെ മുൻനിർത്തിയാണ്. സേവനങ്ങളെ മുൻനിർത്തി അദ്ദേഹത്തെ ആദരിക്കാനാണ്. അദ്ദേഹത്തിന് വലിയ സേവനമാണ് ഇസ്ലാമിന് നേരെയുള്ളത്. അതുകൊണ്ട് അത്തരം സേവനങ്ങൾ ഇസ്ലാമിന് വേണ്ടി ചെയ്തവർക്കൊക്കെ എന്ത് ചെയ്യുക? ജനാസ നിസ്കരിക്കാം, ഗായിബായി നിസ്കരിക്കാം. അങ്ങനെ മനസ്സിലാക്കിയ ഫുഖഹാക്കളും പണ്ഡിതന്മാരുമാണ് ഏതെങ്കിലും ഭരണാധികാരികളും അതേപോലെ തന്നെ പ്രബലരായ പണ്ഡിതന്മാരും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജനാസ നിസ്കരിക്കണം. ഇവിടങ്ങളിലൊക്കെ അങ്ങനെയാണ് നിസ്കാരം നടക്കുന്നത്. ഇപ്പോൾ രാജാക്കന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഏതെങ്കിലും പണ്ഡിതന്മാർ മരിച്ചിട്ടുണ്ടെങ്കിൽ സകലർക്കും ജനാസ നിസ്കാരമല്ല, പക്ഷേ ഇത്തരം ആളുകൾക്ക് എന്ത് ചെയ്യും? അവർ ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്തവരാണെങ്കിൽ അവർക്ക് മറഞ്ഞ മയ്യത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കാൻ ആഹ്വാനം ചെയ്യും. യഥാർത്ഥത്തിൽ ആ ഒരു തെളിവെടുക്കൽ അത്ര തന്നെ സൂക്ഷ്മമല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ആ അഭിപ്രായം ഉണ്ട്. പക്ഷേ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി നമുക്കവിടെ നിസ്കാരം നടന്നത് മദീനയിലാണ്, വിശുദ്ധ മദീനയിലാണ് അല്ലേ? മക്കത്തെ ഹറമിൽ പോലെ അന്ന് ജനാസ സംസ്കാരം നബിക്ക് വേണ്ടിയിട്ട് ഗായിബായിട്ട് നിസ്കരിച്ചില്ല. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി തുടങ്ങിയ സഹാബികളൊക്കെയും മരണപ്പെട്ടപ്പോൾ അവർക്കൊക്കെ അവിടെയാണ് ജനാസ സംസ്കാരം നടന്നത്. ഉമർ, അബൂബക്കർ ഇവർക്കൊക്കെ മദീനത്തെ പള്ളിയിലാണ് ജനാസ സംസ്കാരം നടന്നത്. അവർക്കൊന്നും മക്കത്ത് പോലും എന്ത് ചെയ്തിട്ടില്ല, ജനാസ സംസ്കാരം നടന്നിട്ടില്ല. അലി റളിയല്ലാഹു തആല കൂഫയിലാണ് മരണപ്പെട്ടത്. കൂഫയിൽ മരണപ്പെട്ട അലിയാർക്ക് അവിടെ ജനാസ സംസ്കാരം നടന്ന അവിടെ മറമാട ചെയ്തത്. മസ്ജിദുൽ നബവിയിലോ മസ്ജിദുൽ ഹറാമിലോ നിസ്കാരം നടന്നിട്ടില്ല. അപ്പോൾ ആ ഒരു തെളിവെടുക്കൽ എന്തല്ല ഈ ഇത്തരം പണ്ഡിതന്മാരുടേത്, അതിനെ പല പണ്ഡിതന്മാരും നിരൂപിച്ചിട്ടുണ്ട്. മാലിക്കി മദ്ഹബിലെയും ഹനഫി മദ്ഹബിലെയും ഫുഖഹാക്കൾ പറഞ്ഞാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നിസ്കാരമാണ്. മറഞ്ഞ മയ്യത്തിന് നിസ്കാരം തന്നെ അല്ല എന്നാണ്. മറഞ്ഞ മയ്യത്തിന് നിസ്കാരമില്ല എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആർക്കാണോ നിസ്കരിക്കാത്തത് അവർക്ക് എന്ത് ചെയ്യാം? നിസ്കരിക്കാം. അത് മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനത്തെ ഹദീസിൽ പറഞ്ഞു, മരിച്ചൊരു സ്ത്രീ പള്ളി വൃത്തിയാക്കിയിരുന്നൊരു സ്ത്രീ, അവർ മരിച്ചപ്പോൾ റസൂൽ അവരുടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നിസ്കരിച്ചു. അതും റസൂലുള്ളാഹിയിൽ നിന്ന് വന്നതാണ്. നമ്മൾ ഒരു വ്യക്തിയുടെ മരണവാർത്ത അറിയിക്കാണ്, അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുക്കൽ പോകാൻ നമുക്ക് അവസരം ഉണ്ടെങ്കിൽ, അയാൾ നമ്മുടെ സമകാലീനായ വ്യക്തിയാണ് അല്ലെങ്കിൽ അയാൾ പടുത്ത് മരിച്ച ആളാണെങ്കിൽ എന്ത് ചെയ്യാൻ? നമുക്ക് അവിടെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കാവുന്നതാണ്. അതിനും തെളിവുണ്ട്. അതില്ലാതെ ഈ നാളുകൾക്കിടയിൽ ചില നാടുകളിൽ ഒരു മൗലവിക്ക് തന്നെ പേര് മയ്യത്ത് മൗലവി നീക്കാറ്, മയ്യത്ത് മൗലവി. അയാളുടെ പണി ഇതാണ്, എവിടെയൊക്കെയാണോ മരിച്ചത് അവരുടെയൊക്കെ ലിസ്റ്റ് ശേഖരിച്ചിട്ട് എല്ലാവർക്കും കൂടിയിട്ടൊരു ഒറ്റ മയ്യത്ത് നിസ്കാരം പാസ്സാക്കൽ. ആ ഒരു രീതി ഒരിക്കലും എന്തില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടില്ല, സഹാബത്തിൽ നിന്നും വന്നിട്ടില്ല. ഇല്ല, ഇതാണ് സഹാബത്ത്. ഇത് നജാഷിയുടെ വിഷയം. നജാഷി സഹാബിയല്ല. പിന്നെ പള്ളി അടിച്ചുവരുന്ന സ്ത്രീയുടെ വിഷയത്തിലാണ് നിസ്കാരം. ചില ഒരു സഹാബിയുടെ വിഷയത്തിലൊരു ഹദീസുണ്ട്, പക്ഷെ ഹദീസ് ദുർബലാണ്. അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് വേണ്ടി മദീനയിൽ ജനാസ സംസ്കരിച്ചു എന്ന് പറയുന്ന സംഭവം സഹീഹല്ല. ഒരു സഹാബിയുടെ വിഷയത്തിൽ അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്, പക്ഷെ അത് സംഭവം സഹിയായി വന്നിട്ടില്ല. അടുത്ത ഹദീസ് ഈ കബ്ബറ അലൈഹിം അർബ എന്ന് പറഞ്ഞില്ലേ, അതിൽ ഇനി ഹദീസ് വരും. അതിൽ എത്ര തക്ബീറാണ് ചൊല്ലേണ്ടത് തുടങ്ങിയ വിഷയം. അടുത്ത ഹദീസ്
സമറിന്റെ ഹദീസ് അത്. وعن سمرة ابن جندب رضي الله تعالى عنه قال صليت وراء النبي صلى الله عليه وسلم على امرأة ماتت في نفاسها فقام وسطها متفق عليه. സമറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു നിവേദനം, അദ്ദേഹം പറയാണ്, സല്ലൈതു ഞാൻ നമസ്കരിച്ചു വറാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ, അല ഇംറഅത്തിൻ ഒരു സ്ത്രീക്ക് വേണ്ടി, സ്ത്രീയുടെ ജനാസക്ക് വേണ്ടി, മാതത്ത് ആ സ്ത്രീ മരണപ്പെട്ടിരുന്നു, ഫി നിഫാസിഹ അവരുടെ പ്രസവത്തോടനുബന്ധിച്ച്, പ്രസവത്തിൽ മരണപ്പെട്ട ഒരു സ്ത്രീയുടെ പിന്നിൽ ഞാൻ നമസ്കരിച്ചു. സ്ത്രീക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഞാൻ നമസ്കരിച്ചു. ഫഖാമ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു, വസ്തഹ എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ ഈ പിന്നെ മധ്യഭാഗത്തിന് നേരെ അഭിമുഖമായി, അതാണ് ഫഖാമ വസ്തഹ എന്നാണ് അവരുടെ മധ്യത്തിന് ഭാഗത്തിന് അഭിമുഖമായിട്ട് നിന്നു. അതിലുള്ളത് ജനാസ നമസ്കാരത്തിൽ ജനാസ സ്ത്രീയുടേതാണ് എങ്കിൽ അവരുടെ ഈ അരക്കെട്ടിന്റെ ഭാഗത്ത് അതിന് നേരെയായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇമാമ് നിൽക്കേണ്ടത്. പുരുഷന്റെ ആണെങ്കിൽ തലയുടെ ഭാഗത്തിന് നേരെ. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. തങ്ങൾ ഒരു പുരുഷന് വേണ്ടി നിന്നപ്പോൾ അതിന്റെ തലക്ക് നേരെ നിന്ന് നിസ്കരിച്ചു എന്ന് അറിയിക്കുന്ന ഹദീസുണ്ട്. ഈ പ്രസവത്തോടനുബന്ധിച്ച് മരിക്കുന്ന സ്ത്രീകൾ ഷഹീദത്തുകളാണ്. അവർക്ക് ഷഹാദത്തിന്റെ പ്രതിഫലമാണ്. അപ്പൊ അതാണ് ആ ഹദീസ് അറിയിക്കുന്നത്, സമുറയുടെ ഹദീസ്. അടുത്ത ഹദീസ് ആയിഷ റളിയല്ലാഹു തആല എന്നുള്ള ഹദീസാണ്. വൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് വല്ലാഹി ലഖദ് സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല ബിനൈ ബൈദാ ഫിൽ മസ്ജിദ് റവാഹു മുസ്ലിം. ആയിഷ റളിയല്ലാഹു തആല നിവേദനം, അവർ പറയണം, വല്ലാഹി, എന്താ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലഖദ് സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു, അല ബിനൈ ബൈദാഇന്റെ രണ്ട് കുട്ടികളുടെ പേരുള്ള ജനാസംസ്കാരം, അതാണ് ബൈദാ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വിളിപ്പേരാണ് കേട്ടോ. അവരുടെ രണ്ട് കുട്ടികൾ, ആ കുട്ടികൾക്ക് പേര് സഹല് സുഹൈൽ എന്നാണ്. സഹല് സുഹൈൽ. ബൈദാഇന്റെ രണ്ട് ആൺമക്കൾ, അവരുടെ മേൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു. എവിടെ നമസ്കരിച്ചു? ഫിൽ മസ്ജിദ് എന്ന പള്ളിയിൽ. ഇവിടെ വല്ലാഹി ലഖദ് സല്ല എന്നാണ്. വല്ലാഹി എന്നുള്ളത് ഖസം, ലാമും തൗക്കീദിന്, ഖദ് തൗക്കീദിന് ഒക്കെ ആശയത്തെ ബലപ്പെടുത്താനാണ്. എന്തിനാ ആയിഷ റളിയല്ലാഹു തആല വല്ലാഹി ലഖദ് സല്ല എന്ന് പറഞ്ഞത്? അത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈദാഇന്റെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ നിസ്കരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പള്ളിയിൽ ജനാസ നിസ്കരിക്കാമോ ഇല്ലേ എന്നുള്ളതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റുമോ? പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. അവർ പറഞ്ഞത് പള്ളി മലിനാകാൻ കാരണമായേക്കും, പള്ളി അതിൽ മാലിന്യാകാൻ കാരണമായേക്കും, അതുകൊണ്ട് ജനാസ നിസ്കാരം പള്ളിയിൽ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടാവും സഹാബത്തിനിടയിൽ. പള്ളി മാലിന്യാകാൻ അങ്ങനെ മയ്യത്ത് മലിനായതുകൊണ്ടല്ല, പിന്നെയോ ചിലപ്പോ മയ്യത്തിൽ നിന്ന് വല്ലതും വിസർജ്യമോ മറ്റോ വലിച്ചിറങ്ങിയാലോ പള്ളി കേടാവില്ലേ? അപ്പോൾ പള്ളി പവിത്രമാകേണ്ടതിന് വേണ്ടി ചിലർ ജനാസയെ പള്ളിയിൽ കയറ്റാൻ പാടില്ല എന്ന് അഭിപ്രായ പ്രകടനം നടത്തി. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്, വല്ലാഹി ലഖദ് സല്ല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു, അല ബിനൈ ബൈദാഇന്റെ രണ്ട് മക്കൾ, അവർക്ക് ഫിൽ മസ്ജിദ് പള്ളിയിൽ. ബൈദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീയുടെ പേര് ദഅദ് ബിന്ത് ജഹ്ദൂം എന്നാണ്. ദഅദ് ബിന്ത് ജഹ്ദൂം, അതാണ് ഇതിന്റെ പേര്. ബൈദ എന്നുള്ള അവരുടെ പേരല്ല, വിളിപ്പേരാണ്. വഹബ് ബിൻ റബീഅന്റെ ആണ് ഭർത്താവ്. ബൈദാന്റെ ഭർത്താവ് വഹബ് ബിൻ റബീഅ. കുട്ടികളുടെ പേര് സഹല് സുഹൈൽ. അവരെ ഇരട്ടകളായിരുന്നു, സഹൽ സുഹൈൽ. ഹനഫികൾ ജനാസ പള്ളിയിൽ കയറ്റാൻ പാടില്ല എന്നുള്ളത് അത് നിഷിദ്ധം എന്ന വീക്ഷണക്കാരാണ്. മാലിക്കികളും അവരെ പോലെ തന്നെയാണ്. പക്ഷെ മാലിക്കുകൾ അത്ര കർക്കശക്കാരല്ല. മുസല്ലയിലെ ജനാസ നിസ്കരിക്കാവൂ എന്നുള്ളതാണ് ഹനഫികളുടെ പക്ഷം. പക്ഷെ ഹദീസിൽ എന്ത് വന്നിട്ട് ഇപ്പൊ ഉണ്ടോ, മസ്ജിദിൽ ഇവർക്ക് നിസ്കരിച്ചു. അതേപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോ മസ്ജിദിലാണ് നിസ്കരിച്ചത്.
ഉമർ റളിയല്ലാഹു തആല ഷഹീദായപ്പോൾ സുഹൈബിന് റൂമിയുടെ നേതൃത്വത്തിൽ സുഹൈബാണ് ഉമറിന്റെ ഇമാമത്തുന്നത്. പള്ളിയിലാണ് നിസ്കരിച്ച് എന്നുള്ളതിന് ഹദീസുകൾ പറയുന്നുണ്ട്. കഫൻ ചെയ്തതിനു ശേഷമല്ലേ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത്? സാധ്യത നിഷേധിക്കാൻ പറ്റൂല. ചിലപ്പം അതുകൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ശരിക്കും എന്ത് ചെയ്യണം, വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞത്. എന്നാലും പലരും ബെഹർ ഗമിക്കാൻ സാധ്യതയുണ്ട്. മയ്യത്തല്ലേ. ഹനഫികളുടെ വീക്ഷണത്തിൽ നിസ്കരിക്കൽ നിഷിദ്ധാണ്, പാടില്ല. അത് പള്ളിന്റെ പുറത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ്. പിന്നെ അത് പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല. കുട്ടികൾക്ക് ജനാസ സംസ്കരിക്കണം എന്നുള്ളതിന് തെളിവാണ്. ഇതേപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിൽ തലഭാഗത്ത്, പെൺകുട്ടികളാണെങ്കിൽ അരഭാഗത്ത്. എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ മധ്യഭാഗത്ത് ഇമാമം നിൽക്കേണ്ടത്, തലഭാഗത്ത് ഇമാമം നിൽക്കേണ്ടത്? അതിൽ ചില ചർച്ചകൾ കാണാൻ സാധിക്കും. മുസ്ലിം തങ്ങളുടെ സുന്നത്തിൽ അങ്ങനെ വന്നു, അതുകൊണ്ട് നിസ്കരിക്കുക എന്നുള്ളതിനപ്പുറം പിന്നെ ഹിക്മത്ത് എന്ത്, പൊരുൾ എന്ത് എന്ന് പറയപ്പെടാത്ത വിഷയത്തിൽ അതിൽ നമ്മളങ്ങനെ പൊരുൾ അന്വേഷിക്കുന്നത് എന്തല്ല, അത് ഒരു യുക്തല്ല. ചിലർ പറഞ്ഞത് ആ സ്ത്രീയെ മറ്റു പുരുഷന്മാരിൽ നിന്ന് മറക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മാമ് ആ ഭാഗത്ത് നിൽക്കുന്നത് എന്നൊക്കെ, ആ ഭാഗം മറക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ കാരണം അള്ളാഹു ആണ്. ഏതായാലും ഇപ്പൊ ഇത്രയും ഹദീസുകളാണെന്ന് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആഴ്ച കൂടുതൽ മസാലകൾ വിശദീകരിക്കാം. ഇതിലെന്തെങ്കിലും വിഷ്കാലുണ്ടോ? മരിച്ച ആളെന്ന് പറഞ്ഞ മാമിൻ റജുലിൻ മുസ്ലിമിൻ, മുസ്ലിമായ ഒരു വ്യക്തി എന്നുള്ളതാണ്. ഷിർക്ക് ചെയ്ത വ്യക്തിയാണ് എങ്കിൽ അയാളുടെ ഷിർക്കും അയാൾ മുശ്രിക്കാണെന്നുള്ളത് അത് അള്ളാഹുലേക്ക് വിടേണ്ടതാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായ ഒരു വ്യക്തിയാണ് മരണപ്പെട്ടതെങ്കിൽ നമ്മൾ നിസ്കരിക്കുക. മുവഹിദുകളായ 40 പേർ അയാൾക്ക് വേണ്ടി അള്ളാഹിനോട് ശുപാർശ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കും. അതിൻ്റെ അർത്ഥം പിന്നെ ഏത് ആൾക്കും ആ ശഫാഅത്ത് ലഭിക്കും എന്നുള്ളതല്ല. അയാൾ മുസ്ലിമായിട്ട് യഥാർത്ഥ തൗഹീദിന്റെ ഉടമയാണ്, യഥാർത്ഥ വിശ്വാസത്തിന്റെ ആളാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശുപാർശനെ സ്വീകരിക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഷഫാഅത്ത് ആര് നിർവഹിക്കുന്നോ അവരെ അള്ളാഹു പ്രീതിപ്പെടണം, ആർക്ക് വേണ്ടി ഷഫാഅത്ത് തരണം അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രീതിപ്പെടണം. ഷഫാഅത്ത് പറയുന്നവൻ ഉഷാറായതുകൊണ്ട് കാര്യമല്ല, പിന്നെ ആർക്ക് വേണ്ടി പറയുന്നോ അയാൾ ഉഷാറാകണം. അതുകൊണ്ടാണ് അബൂ താലിബിന് വേണ്ടി റസൂലുള്ളാഹിന്റെ ഷഫാഅത്ത് അള്ളാഹു കേട്ടോ. അബൂ താലിബിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഷഫാഅത്ത് പറഞ്ഞത്. നരകത്തിന്റെ അടിയിലായിരുന്നു അബൂ താലിബ്, അവന്ന് കുറച്ച് മുകളിൽ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ളതാണ്. ആ ഷഫാഅത്ത് കേട്ടതുള്ളൂ. എന്നിട്ട് തന്നെ അബൂ താലിബിന്റെ തലച്ചോറ് തിളച്ചു മറിയുന്നു എന്നുള്ളതാണ്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖലീലുള്ള വാപ്പാക്ക് വേണ്ടിയിട്ട് ഷഫാഅത്ത് പറഞ്ഞു. അള്ളഹാനോട് എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇബ്രാഹിം കാഫിറിന് വേണ്ടിയിട്ടാണ് നീ എന്നോട് തർക്കിക്കണത്, നിന്റെ കാലിന്റെ ചോട്ടിക്ക് നോക്കുകയായിരുന്നു. അപ്പൊ കാലിന്റെ ചോട്ടിക്ക് നോക്കുമ്പോണ്ട് ചളിയിൽ പുരണ്ട ഒരു ചീറ്റപ്പുലി പോലെ വാപ്പ കിടന്ന് വിറക്കണ്. അപ്പൊ ഇബ്രാഹിം നബിയുടെ മുന്നിൽ നിന്ന് കൈക്കാലുകൾ കൂട്ടിപ്പിടിച്ചിട്ട് നരകത്തിലേക്ക് ഇടുകയാണ്. ആരെ? വാപ്പാന്. അപ്പോൾ ഷഫാഅത്ത് പറയുന്നവർ അവർ അതിന് യോഗ്യരായിരിക്കണം. ആർക്ക് വേണ്ടി ഷഫാഅത്ത് പറയുന്ന അവരെന്തായിരിക്കണം? യോഗ്യരായിരിക്കണം. കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ, ജനാസ സംസ്കാരത്തിൽ പങ്കെടുക്കാനും അതേപോലെ തന്നെ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാനും ജനാസയിൽ സംബന്ധിക്കാനും ആളുകൾ മയ്യത്തിന്റെ ബന്ധുക്കൾക്ക് അനുശോചനം രേഖപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടണം. അതിന് ഏതൊരു രീതിയാണോ അന്ന് സ്വീകരിക്കപ്പെട്ട ആ രീതിയാണ് ഇന്നും സ്വീകരിക്കേണ്ടത്. ഒരിക്കലും എന്ത് ചെയ്യണം, അനിസ്ലാമികതയിലേക്ക് ചായുന്ന, അതിലേക്ക് ആളുകൾ പോകുന്ന രീതിയിലുള്ള രീതി സ്വീകരിക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത് പറഞ്ഞത്. അതെ, ഇത് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതായത് ആളെ കൂട്ടണമെന്നും അതിന്റെ മഹത്വമൊക്കെ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ധാരാളം ഒട്ടകങ്ങളുണ്ട്, ധാരാളം കുതിരകളുണ്ട്, യോഗ്യരായ ആളുകളുണ്ട്. അവരെന്നും വാനപ്പുറത്ത് കയറ്റി റസൂലുള്ള 4 ഭാഗത്തേക്ക് വിട്ടിട്ട് ആളുകളെ കൂട്ടിയിട്ടില്ല. സഹാബത്തും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അവരൊന്നും ചെയ്യാത്ത രീതി അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത് പാടുള്ളതല്ല ഒരിക്കലും. മാത്രമല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താവും, ക്രമേണ ജാഹിലിയത്തിലേക്ക് പോകും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജാഹിലിയത്തിലേക്ക് പോണ ആ രീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പത്രങ്ങളിൽ കേവലം ഒരു വാർത്ത കൊടുക്കുക എന്നുണ്ടെങ്കിൽ, മരണ വാർത്ത അറിയിക്കുക എന്ന നിലക്ക് കേവലം ഒരു വാർത്ത കൊടുക്കണമെങ്കിൽ തെറ്റല്ല. കാരണം എന്താണ്, അതാണ് മരണ വാർത്ത അറിയിക്കുക എന്നുള്ളത്. പത്രത്തിൽ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ ഖലാസ്, അത് മരണ വാർത്ത അറിയിക്കലാണ്. പക്ഷെ ഇന്നത് നോക്കി നിങ്ങൾ, ഇന്ന് ഒരു ഫുൾ പേജിൽ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ മരണ വാർത്തയാണ്.
എന്നിട്ട് അയാളുടെ പിന്നെ ഇത് അയാളുടെ ഗുണഗണങ്ങൾ കാര്യങ്ങളൊക്കെ എണ്ണി, അതേപോലെ തന്നെ അതിൻ്റെ അവരുടെ പെരുമ, പേര്, കുടുംബം, ഇതൊക്കെ പറഞ്ഞത് തന്നെ ജാഹിലിയത്തിലുണ്ടായിരുന്നത്. അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ന്യായ് നിർവഹിച്ചത്, ആ രീതിയിലാണ് ന്യായം നിർവഹിക്കേണ്ടത്. ആളെ കൂട്ടാൻ വേണ്ടി നമുക്ക് വിളിച്ചു പറയാം, ഇന്നാൾ മരിച്ചിരിക്കുന്നു. ആളുകളെ കൂട്ടാൻ വേണ്ടി പത്രത്തിൽ വാർത്ത കൊടുക്കാൻ ഇന്നാൾ മരിച്ചിരിക്കുന്നു. അതേസമയം ഇങ്ങനെ ഈ വാഹനപ്പുറത്ത് കയറിയിട്ടുള്ളതായി ഈ ഒരു വിലാപത്തോടുള്ള അനൗൺസ്മെന്റ് രീതികൾ, അത് തീർത്തും പാടുള്ളതല്ലത്. ആ രീതി വന്നിട്ടില്ല. അതിന് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒത്തിണങ്ങിയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് അത് ചെയ്തിട്ടില്ലെങ്കിൽ പിൽക്കാലത്ത് അത് ചെയ്യൽ വിധേയത തന്നെയാണ്. ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.